ഹായ് ഗായ്സ്, ദാണ്ട ഈ ചോറിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുന്ന ഈ കറി ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണേ. അടിപൊളിയാട്ടോ. യൂട്യൂബിൽ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ സൂപ്പർ സാധനം കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ദാണ്ട വഴുതനങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അവൻ ഓടി വന്ന് പിച്ചത്തേക്ക് എടുത്തിട്ട് വന്ന് കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് കൊണ്ടുതരുവാണ്. അത് കഴിഞ്ഞിട്ട് ദാണ്ട വഴുതനങ്ങ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ടിട്ട് അത് നമുക്ക് പിറക്കിയെടുത്ത് അതിൻ്റെ പ്ലേറ്റിലോട്ടാക്കിയിട്ട് അതിൻ്റെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണേ. നമ്മൾ മീൻ വറക്കാൻ നേരം ചേർക്കുന്ന അതേ മസാല. എന്നിട്ട് എണ്ണ ചൂടാക്കിയിട്ട് രണ്ട് സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ അവിടെ വഴുതനങ്ങയുടെ ഒരു സൈഡ് കണ്ട് മൂത്ത് വരുന്നുണ്ട്. ഡീപ്പ് ഫ്രൈ വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. വേണ്ട എന്നിട്ട് വീണ്ടും നമ്മളവിടെ തിരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് നമുക്ക് കോരി വേറെ പാത്രത്തിലോട്ട് മാറ്റാവേ. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റി. അതുകൊണ്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് അവിടെ 3-4 ഉണക്കമുളകും ഒരു 3 പച്ചമുളകും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ഉണ്ട് ഒരുവിധം നന്നായിട്ട് മൂത്ത് കണ്ടോ. അതുകൊണ്ട് വന്നിട്ട് എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഒരു സവാളയാണ് ഞാൻ എടുത്തത്. സവാള നന്നായിട്ട് വാട്ടിയെടുക്കാവേ. ഒരുവിധം വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പക്ഷേ ആ വെളുത്തുള്ളി ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിവേപ്പിലയും കൂടി 2 തണ്ട് കറിവേപ്പില ഞാൻ ഇട്ടത്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കുഴഞ്ഞു വരുന്നൊരു പരുവാണ്. ആ പരുവാകുമ്പോൾ കോരിയെടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാൻ സവാള വാട്ടിയതും മുളകും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് കുറച്ച് പുളിയും കൂടി ഇടണം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വഴുതനങ്ങ ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടത്. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ആ വഴുതനങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ വഴുതനങ്ങ ചമ്മന്തി റെഡി. പക്ഷേ ഞാൻ വിചാരിച്ച കൂട്ടല്ല, അടിപൊളിയാണ്. വഴുതനങ്ങയാണെന്നേ അറിയത്തില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ എന്നിട്ട് അമ്മയ്ക്കും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കും അവിടുത്തെ അമ്മയ്ക്കും എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. സത്യസന്ധമായ അഭിപ്രായം. അതുകൊണ്ട് എല്ലാവർക്കും ഈ ചമ്മന്തി റെഡിയാക്കി നോക്കാം. നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കറിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയും കൂടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഞങ്ങൾ ഈ ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. കുറച്ച് ചോറെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചമ്മന്തിയൊക്കെ ഇട്ടിട്ട് പുരട്ടി കഴിക്കാൻ പോവാണ്. എല്ലാവരും കഴിക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ട് പറഞ്ഞോ, എങ്ങനെയുണ്ട്? സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയാം. നോക്ക്, ആ സ്പൂണോടെ കഴിച്ചോ? സൂപ്പറാ. ഇച്ചിരി കഴിച്ചോളൂ. സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞാൽ മതി. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞു കഴിച്ചോ. അങ്ങനെയുണ്ട്. ഞങ്ങളെല്ലാവരും കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. നമുക്കൊരു നേരം വേറെ കറികളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അടിപൊളി കറിയാണ് കേട്ടോ. അന്നേരം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്യുകയും ചെയ്തേക്കണേ. ബായ്.